Hello everyone. നമ്മൾ Cauchy's integral formula for derivatives ആണ് പറയുന്നത്. അതിൽ theorem let f be analytic in a simply connected domain D and let C be a simple closed contour lying entirely within D if Z0 is any point interior to C, then for n equal to 1, 2, 3 etc. nth derivative of f of z exists and fn of z0 equal to n factorial by 2 pi I integration over C f of z by z minus z0 all raised to n plus 1 dz. അത് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലറ്റിക് ഫംഗ്ഷനാണ്, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡിയിൽ. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടൂർ പാത്താണ്, എൻറ്റയർലി വിത്തിൻ ഡി. സെഡ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിൻ്റാണ്, ഇൻറ്റീരിയർ ടു സി, സിയുടെ ഉള്ളിലുള്ള ഒരു പോയിൻ്റാണ്. n വണ്ണ 1, 2, 3 എക്സെട്ര. നമ്മളുടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ nth ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർമുല എന്താണെന്ന് വെച്ചാൽ എഫ് nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ആണ് എഫ്, അതായത് എഫ് ഓഫ് സെഡ് നോട്ട്, സെക്കൻഡ് വൺ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട്, എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട്, അങ്ങനെ കണ്ടുപിടിക്കാനുള്ളതാണ് ഇക്വേഷൻ. എഫ് റേസ് ടു എൻ, അതായത് nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2 pi I ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1 dz. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇതാണ് Cauchy's ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ്. ഇനി ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കാണാനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ തന്നിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ബൈ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നിക്കുന്ന ഫംഗ്ഷൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1 dz എന്നുള്ള രൂപത്തിലാണെന്ന് വിചാരിക്കാം. സെഡ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ടു സി, സിയുടെ ഉള്ളിലുള്ളൊരു പോയിൻറ്റ്. ഇങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. റീറൈറ്റ് ചെയ്യുമ്പോൾ അതിനെന്തായാലും 2 pi I by n ഫാക്ടോറിയൽ എഫ് എൻ ഓഫ് സെഡ് നോട്ട്, അതായത് ഇവിടെ n പ്ലസ് 1 ആകുമ്പോൾ ഇവിടെ nth ഡെറിവേറ്റീവ് ആവും. ഓക്കെ, ഇവിടെ n ഡെറിവേറ്റീവ് ആകുമ്പോൾ ഇവിടെ n പ്ലസ് 1 വരും. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഇവിടെ ഇപ്പോൾ 2 ആണെങ്കിൽ ഇവിടെ എന്താവും, ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഈ ഇക്വേഷനും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക എന്താണ്, ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് നമ്മൾ Cauchy's ഇൻ്റഗ്രൽ ഫോർമുല പഠിച്ചത് ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ ഡി സെറ്റ് ഇങ്ങനെയാണ് പഠിച്ചത്. അതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 pi I by n ഫാക്ടോറിയൽ, അതായത് 1 ഫാക്ടോറിയൽ ആണ്. ഇവിടെ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു 0 പ്ലസ് 1 എന്നാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 0 ആണ് വരുന്നത്. സോ 2 pi I by 0 factor, so 0, 2 pi I into f of z naught. ഇതാണ് നമ്മൾ പഠിച്ചത്. 2 pi I into f of z naught വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിരുന്നത്. ഓക്കെ, then the above formula can be used to evaluate certain integrals when f is analytic inside and on a simple closed contour C taken in the positive sense and z0 is any point in the interior to C. നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇൻ്റഗ്രൽ എഫ് അനലറ്റിക് ആയിരിക്കണം, ഇൻസൈഡും അതേപോലെ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ മേലെയും. ഇൻസൈഡ് ആൻഡ് ഓൺ ദി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ടേക്കൻ ഇൻ ദി പോസിറ്റീവ് സെൻസ് മീൻസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ്റഗ്രേറ്റ് ദി ഫോളോയിങ് ഫങ്ഷൻസ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് അറൗണ്ട് സർക്കിൾ mod z equal to 3/2. ഫസ്റ്റ് വൺ z raised to 4 minus 3z² plus 6 divided z plus I all cube എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കിടക്കുന്നത്. അതായത് ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡിവൈഡഡ് z മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1 dz എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. ഇവിടെ സെഡ് നോട്ടിൻ്റെ സ്ഥലത്ത് എന്താ, സെഡ് നോട്ട് ഈക്വൽ ടു I ആണ്, മൈനസ് I ആണ്. ഇവിടെ സെഡ് മൈനസ് സെഡ് നോട്ട് എന്നാണ്, അപ്പോൾ ഇവിടെ സെഡ് പ്ലസ് I എന്നാണ്. സോ സെഡ് നോട്ട് ഈക്വൽ ടു മൈനസ് I, n ഈക്വൽ ടു എത്രയാണ്, ഇവിടെ 3 ആണ് വരുന്നത്. സോ 2 ആണ് വരിക, 2 പ്ലസ് 1, n ഈക്വൽ ടു 2 വരും. ദെൻ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡ് റേസ് ടു 4 മൈനസ് 3z² പ്ലസ് 6 ആണ് വരിക. ഓക്കെ, ഇനി ഇവിടെ മോഡ് z ഈക്വൽ ടു 3/2 ആണ് നമ്മളുടെ എന്ത് വരുന്നത്, നമ്മളുടെ കോണ്ടൂർ വരുന്നത്, സി പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ വരുന്നത്. മോഡ് z ഈക്വൽ ടു 3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കിൾ വിത്ത് സെൻറ്റർ ഒറിജിൻ സെൻറ്ററായിട്ട് 3/2 റേഡിയസിൽ വരുന്നത്. 3/2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2, 1.5 റേഡിയസിൽ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ 1.5 വരുന്നത് വിചാരിക്കാം. സോ ഇങ്ങനെ വരും അതിൻ്റെ സർക്കിൾ. നമുക്കിവിടെ വരുന്നത് ഇവിടെയാണ്
ഐ വരിക, ഇവിടെ 1.5 അല്ലേ, 1.5, ഇവിടെ മൈനസ് ഐ വരും, ഇവിടെ മൈനസ് ഐ. അപ്പോൾ ഈ മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള പോയിൻ്റാണ്. ഓക്കെ, സെഡ് നോട്ട് ഈക്വൽ ടു മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള പോയിൻ്റാണ്. ദെൻ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രേഷൻ ഓവർ സി, അതായത് മോഡൽ സെഡ് ഈക്വൽ ടു 3/2 എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെഡ് റൈസ് ടു 4 മൈനസ് 3z² പ്ലസ് 6 ഡിവൈഡഡ് സെഡ് പ്ലസ് ഐ ഓൾ ക്യൂബ് എന്നാണ്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് നമ്മൾ എഴുതി, എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ഇവിടെ സെഡ് മൈനസ് സെഡ് നോട്ട് എന്നാണ്. അപ്പോൾ സെഡ് മൈനസ് സെഡ് നോട്ട്, സോ മൈനസ് ഐ. അതുകൊണ്ടാണ് ഇവിടെ സെഡ് പ്ലസ് ഐ വന്നത്, ഓൾ ക്യൂബ് ഡി സെഡ്. അല്ലെങ്കിൽ ഇവിടെ 2 + 1 ഡി സെഡ് എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് എന്നെ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് 2 + 1 ഡി സെഡ് എന്ന് എഴുതി. ഇത് നമ്മളുടെ കോഷീസിൻ്റെ ഫോർമുല എന്താ? 2πi/n ഫാക്ടോറിയൽ. സോ 2πi ബൈ ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് 2 ആണ്, സോ 2 ഫാക്ടോറിയൽ എഫ് എൻ ഓഫ് സെഡ്, അതായത് f2 ഓഫ്, അതായത് f ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട്, എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണണം? ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. സോ എഫ് ഡാഷ് ഓഫ് സെഡ് എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് സെഡ് പറഞ്ഞാൽ 4 z³ മൈനസ് 6 z പ്ലസ് 6ൻ്റെ കോൺസ്റ്റൻറ്റ്, 4 z³ മൈനസ് 6 എന്ന് വരും. നമുക്കിവിടെ ഡബിൾ ഡാഷ് ആണ് വേണ്ടത്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ 12 z² മൈനസ് 6 എന്ന് വരും. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ടാണ് നമുക്ക് ആവശ്യം. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇവിടെ സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. സോ മൈനസ് ഐ ദാറ്റ്സ് ഈക്വൽ ടു 12 ഇൻറ്റു മൈനസ് i² മൈനസ് 6. മൈനസ് i² പറഞ്ഞാൽ i² പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്, i²ൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ -1ഉം ഈ മൈനസിൻ്റെ സ്ക്വയറും കൂടിയിട്ട് അവിടെ പോകും. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ i² പറഞ്ഞാൽ -1 ആണ്, ഈ -² പ്ലസ് ആവും. സോ -12 മൈനസ് 6 എന്ന് വരും. സോ -18 വരും. നമ്മളിവിടെ കൊടുക്കുക 2πi/2 ഫാക്ടോറിയൽ 2 ഇൻറ്റു, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം, സെപ്പറേറ്റ് ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ചെയ്താലും മതി. എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് നമുക്ക് എന്ത് കിട്ടി? -18 കിട്ടി. ഓക്കെ, ഇവിടെ 2ഉം 2ഉം ക്യാൻസലായി. ദെൻ ആൻസർ -18πi എന്ന് വരും. അതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ e⁻z/z−1² z² + 4 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 സെഡ് നോട്ട് വരുന്നുണ്ട്, ഒന്ന് 1ഉം ഒന്ന് -4ഉം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞത് e⁻z/z−1² ഇൻറ്റു z² + 4 ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മോഡ് സെഡ് ഈക്വൽ ടു 3/2 തന്നെയാണ് നമ്മുടെ എന്ത് വരിക? കോണ്ടൂർ വരുന്നത്, അതായത് 1.5 റേഡിയസ് ആയിട്ട് വരുന്നത്. നമുക്കിവിടെ എഫ് അനലറ്റിക് ആണ് എല്ലാ പോയിന്റിലും എക്സെപ്റ്റ് എഫ് ഓഫ് സെഡ്. ഏതൊക്കെ പോയിന്റിലാണ് അനലറ്റിക് അല്ലാത്തത്? z−1² ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിലും z² + 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിലുമാണ് അനലറ്റിക് അല്ലാത്തത്. അപ്പോൾ ഇവിടെ z−1² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ സെഡ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോ സെഡ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ അനലറ്റിക് അല്ല. പിന്നെ ഇവിടെ z² + 4 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് z² ഈക്വൽ ടു -4. ദെൻ z ഈക്വൽ ടു +or-2i എന്ന് വരും. അപ്പോൾ സെഡ് നോട്ട് ഈക്വൽ ടു +or-2i എന്ന് പറഞ്ഞാൽ ഈ 3 പോയിന്റിലും ഫംഗ്ഷൻ അനലറ്റിക് അല്ല. അപ്പോൾ ഈ 3 പോയിന്റും ഇതിലുണ്ടോ എന്ന് നോക്കണം. 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇതിലുണ്ടാവും, കാരണം 1.5 ആണ് ഇത്. സോ 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇൻസൈഡിലുള്ളതാണ്. ഇനി +or-2i ഇതിലുണ്ടോ നോക്കണം, കാരണം എന്താ വെച്ചാൽ ഇത് 1.5 വരുള്ളൂ, 2 ഇവിടെ ആയിരിക്കും വരിക. അതേപോലെ 2i എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയും വരും, -2i എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയും വരും. അപ്പോൾ ഈ 2 പോയിന്റും നമുക്ക് എന്ത് നോക്കണ്ട, അത് ഔട്ട്സൈഡാണ്. സോ ഔട്ട്സൈഡ് ആയതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സെഡ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രേഷൻ ഓവർ സി e⁻z മാത്രമല്ല ഇവിടെ എഫ് ഓഫ് സെഡ് ആയിട്ട് വരിക, കാരണം ഇവിടെ നമ്മൾ ഈ ഒരു ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇത് നമ്മുടെ കോണ്ടൂറിൻ്റെ പുറത്താണ് വരുന്നത്. സോ നമുക്കിത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ e⁻z/z−1² ഇൻറ്റു z² + 4 dz എന്ന് വരും.
അതായത് ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഡി സെഡ്. ഇവിടെ ഇപ്പം നമ്മൾ ഇത്രയും ഭാഗത്തിന് നമ്മൾ എഫ് ഓഫ് സെഡ് ആയിട്ട് യൂസ് ചെയ്തു, സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഡി സെഡ്. ഇനി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ് വെച്ചിട്ട് നമുക്ക് എന്തായിരുന്നു 2πi ബൈ ഇവിടെ 2 ആണ് വരുന്നത്. സോ n ഈക്വൽ ടു എന്താ, n ഈക്വൽ ടു 1, അതേപോലെ സെഡ് നോട്ട് ഈക്വൽ ടു 1. സോ n ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1 സെഡ് നോട്ട്, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് പറഞ്ഞാൽ 1. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 4 എന്നായിരുന്നു. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, എഫ് ഡാഷ് ഓഫ് സെഡ് കാണണം. അതായത് ബൈ യൂസിങ് കോഷ്യൻ റൂൾ യൂസ് ചെയ്യുമ്പോൾ സെഡ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു സെഡ്. ഇ റേസ് ടു സെഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു സെഡ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് 2z ഓൾ ഡിവൈഡഡ് സെഡ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയറിന് വരും. അതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ സെഡ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു സെഡ് 2z ഡിവൈഡഡ് സെഡ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയറിന് വരും. സോ അതിൽ നമ്മൾ എന്ത് കൊടുക്കുക, സെഡിൻ്റെ സ്ഥലത്ത് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എഫ് ഡാഷ് ഓഫ് 1, എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഇ റേസ് ടു 1 പറഞ്ഞാൽ ഇ മൈനസ് ഇ 2 ഡിവൈഡഡ് 1 സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയറിന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 5e മൈനസ് 2e ഡിവൈഡഡ് 5 സ്ക്വയർ. സോ 3e ഡിവൈഡഡ് 25 എന്ന് വരും. ഓക്കെ, 3e ഡിവൈഡഡ് 25. അപ്പം നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2πi ഇൻറ്റു 3e ഡിവൈഡഡ് 25 ദാറ്റ്സ് ഈക്വൽ ടു 6πi ഡിവൈഡഡ് ഇയും കൂടി ഉണ്ട്, ഇ ഡിവൈഡഡ് 25 എന്നാണ് നമ്മുടെ ആൻസർ വരിക. അതൊന്നും കൂടി അറേഞ്ച് ചെയ്തുമ്പം 6e ബൈ 25 എന്ന് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രേഷൻ 3z പ്ലസ് 1 z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ് വാല്യൂഷൻ ഓവർ സി. അപ്പോൾ സി ഈസ് ദി കോണ്ടൂർ ആസ് ഷോൺ ഇൻ ഫിഗർ ഗിവൺ ബിലോ. നമുക്ക് താഴെ തന്നിട്ടുള്ള ഈ ഫിഗറാണ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ അല്ല. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സി എന്ന് പറഞ്ഞാൽ സി ഈസ് നോട്ട് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. പക്ഷേ ഇത് രണ്ട് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ യൂണിയൻ ആണെന്ന് പറയാം. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ C1 യൂണിയൻ C2 ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് ഇതിനിപ്പോൾ നമ്മൾ C1 C2 എന്ന് വിളിച്ചു, ഇതിന് നമ്മൾ C1 എന്ന് വിളിച്ചു. ഈ C1ൻ്റെയും C2ൻ്റെയും യൂണിയനായിട്ട് നമുക്ക് എന്തെടുക്കാം, സീനെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് C1ഉം C2ഉം കൺസിഡർ ചെയ്യാം. ഇനി C1ൻ്റെ കേസിൽ നോക്കുമ്പോൾ അതിന് മുന്നേ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3z പ്ലസ് 1 ഡിവൈഡഡ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്നാണ്. ഇതിൽ എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക്, എല്ലാ പോയിൻറ്റിലും അനലറ്റിക് ആണ് എക്സെപ്റ്റ് ഏത് പോയിൻറ്റിലാണ്, സെഡ് ഇൻറ്റു സെഡ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിൻറ്റിൽ. അതായത് സെഡ് ഈക്വൽ ടു 0യും സെഡ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അതായത് സെഡ് ഈക്വൽ ടു 0 സെഡ് മൈനസ് 2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു 0 സെഡ് ഈക്വൽ ടു 2. ഈ രണ്ട് പോയിൻറ്റിലാണ് ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്തത്. അപ്പോൾ സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിൻറ്റ് C1ൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിൻറ്റ് ഇൻറ്റീരിയർ പോയിൻ്റാണ്, ഇൻറ്റീരിയർ ആണ്. ബട്ട് സെഡ് ഈക്വൽ ടു 2 എന്താണ്, C1ൽ എക്സ്റ്റീരിയർ ആണ്. അതേപോലെ C2ൻ്റെ കേസ് എടുക്കുമ്പോൾ സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് എക്സ്റ്റീരിയർ പോയിൻറ്റും സെഡ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞത് ഇൻറ്റീരിയർ പോയിൻറ്റുമാണ്. പിന്നെ C1 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ബട്ട് C2 എന്ന് പറഞ്ഞത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. നമുക്ക് C2 നോക്കാം. അതായത് C എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത്, C1 ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ C2 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ C2 എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസും C1 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസാണ്. അപ്പോൾ C1 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനും C2 എന്ന് പറഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്.
അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രേഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ഓവർ സി 3z+1 ഡിവൈഡഡ് z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡിന് നമുക്ക് ഇൻ്റഗ്രേഷൻ ഓവർ C1 3z+1 ബൈ z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രേഷൻ ഓവർ C2 3z+1 ഡിവൈഡഡ് z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തു. ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3z+1 ബൈ z മൈനസ് 2 ഹോൾ സ്ക്വയർ ആയിട്ട് നമ്മൾ എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞത് ഔട്ട് സൈഡിലെ പോയിൻ്റാണ്. ഔട്ട് സൈഡിലെ പോയിൻ്റാണ് എവിടെ? C1ൽ. സോ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞത് എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് വിത്തിൻ ആൻഡ് ഓൺ C1. അതുപോലെ C1 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് C1 നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? -C1 എഴുതേണ്ടി വരും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും പാത്ത് ഓഫ് ഇതൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ക്ലോക്ക് വൈസ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നോക്കുക. ഇവിടെ ഇപ്പോൾ എന്തുണ്ട്? -C1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ -C1 നമുക്ക് എഴുതേണ്ടി വരും. നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഭാഗത്തിൻ്റെ നോക്കാം. ഈ ഒരു സെക്ഷൻ്റെയാണ് ഇപ്പോൾ നോക്കുന്നത്. ഇതിൽ z-2 z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് എന്താ? അനലറ്റിക് അല്ല. z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിൻ്റ് അനലറ്റിക് അല്ല. അപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡ് ആയിട്ട് ഈ ഇത്രയും ഭാഗത്തിന്, അതായത് ഇത്രയും ഭാഗത്തിന് നമ്മൾ എടുത്തു. നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തിന് നമ്മൾ എഫ് ഓഫ് സെഡ് ആയിട്ട് എടുത്തു. z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് ഉള്ളിലുള്ള പോയിൻ്റാണ്. അപ്പോൾ അതെന്താ? അതിൽ കുഴപ്പമില്ല. സോ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ അത് ഈ ഒരു സെക്ഷൻ നോക്കാം. ഈ ഒരു സെക്ഷൻ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കാണാം. നമ്മൾ ആദ്യം ഇൻ്റഗ്രേഷൻ ഓവർ C1 ആണ് ചെയ്യുന്നത്. 3z+1 ബൈ z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ് എന്നാണ്. C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ അതിനെന്തായിട്ട് മാറ്റണം? -C1 ആയിട്ട് മാറ്റണം. സോ മൈനസ് ഇൻ്റഗ്രേഷൻ ഓവർ -C1 3z+1 ബൈ z മൈനസ് 2 എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മളുടെ ഔട്ട് സൈഡിലാണ്. സോ z മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 ബൈ z എന്ന് പറഞ്ഞതിലാണ് നമുക്ക് എന്ത് വരുന്നത്? അനലറ്റിസിറ്റി നഷ്ടപ്പെടുന്നത്. സോ 1 ബൈ z ഡി സെഡ്. അപ്പോൾ ഇത്രയും ഭാഗത്തിന് നമ്മൾ എഫ് ഓഫ് സെഡ് എന്ന് എഴുതാം. ഇൻ്റഗ്രേഷൻ ഓവർ C1 ഇത്രയും ഭാഗം എഫ് ഓഫ് സെഡ് ബൈ z ഡി സെഡ്. ദെൻ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇൻ്റഗ്രേഷൻ ഓവർ C എഫ് ഓഫ് സെഡ് ബൈ z മൈനസ് z0 ഡി സെഡ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് z0 എന്നായിരുന്നു. സോ z മൈനസ് z0, ഇവിടെ z മൈനസ് 0, z0 സ്ഥലത്ത് 0 ആണ്. സോ 2πi മൈനസ് ഉണ്ട്, മൈനസ് 2πi ഇൻറ്റു എഫ് ഓഫ് z0. എഫ് ഓഫ് z0 പറഞ്ഞാൽ 0, എഫ് ഓഫ് 0 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2πi. ഇവിടെ എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ്. സോ എഫ് ഓഫ് z ഈക്വൽ ടു 3z+1 ബൈ z മൈനസ് 2 ഹോൾ സ്ക്വയർ എന്നാണ്. ഇവിടെ സെഡിൻ്റെ സ്ഥലത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 3 ഇൻറ്റു 0 0 പ്ലസ് 1 1 ബൈ 0 മൈനസ് 2 സ്ക്വയർ 1 ബൈ 4 എന്ന് വരും. സോ മൈനസ് 2πi ഇൻറ്റു 1 ബൈ 4 4 2 ക്യാൻസൽ. ദെൻ മൈനസ് πi ബൈ 2 എന്ന് വരും. അതാണ് ഒരു സെക്ഷൻ്റെ. ഇനി നമുക്ക് എന്ത് കാണണം? C1 എന്ന് പറഞ്ഞാൽ സിമ്പിളിൻ്റെ നമ്മൾ കണ്ടു. ഇനി C2 എന്ന് പറഞ്ഞാൽ സിമ്പിളുടെ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ കാണും. ഞാൻ രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ഓവർ C2 3z+1 ബൈ z മൈനസ് 2 z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രേഷൻ ഓവർ C2 C2ൽ z മൈനസ് 2 ആണ് എന്ത് വരുന്നത്? അനലറ്റിക് അല്ലാത്ത പോയിൻ്റ് വരുന്നത്. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഔട്ട് സൈഡിലുള്ള പോയിൻ്റാണ്. സോ 3z ബൈ സെഡിന് നമ്മൾ ഇതായിട്ട് എടുത്തു. ദെൻ 1 ബൈ z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ് എന്ന് വരും. ഇൻ്റഗ്രേഷൻ ഓവർ C2 എഫ് ഓഫ് സെഡ് ബൈ z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ്. ഇവിടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല മാത്രമല്ല അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇവിടെ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറ്റില്ല.
കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യണം. കാരണം ഇവിടെ ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? ഇൻ്റഗ്രേഷൻ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് 1 ഡി സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. നേരത്തെ ഇൻ്റഗ്രേഷൻ ഓവർ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2πi ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് എൻ ഓഫ് സെഡ് നോട്ട് ആണ്. സോ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? ഇവിടെ സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. എൻ എന്ന് പറഞ്ഞാൽ 2 ആണ് വരുന്നത്. അപ്പോൾ 1 + 1 2. സോ എൻ പറഞ്ഞാൽ 1. ദെൻ എഫ് ഓഫ് സെഡ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ 2πi ബൈ എൻ ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് എൻ ഓഫ് സെഡ് നോട്ട് എന്നാണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥലത്ത് ഇവിടെ 1. സോ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട്. സെഡ് നോട്ട് പറഞ്ഞാൽ 2. സോ 2πi ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 2 എന്ന് വരും. സോ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താ എഴുതിയത്? 3z + 1 ആണ്. 3z + 1. 3z + 1 ബൈ സെഡ് ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡ് ഇൻറ്റു 3z + 1ൻ്റെ ഡെറിവേറ്റീവ് 3 മൈനസ് 3z + 1 ഇൻറ്റു സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് സെഡ് സ്ക്വയർ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 3z മൈനസ് 3z മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 3z ക്യാൻസൽ. സോ മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ. ദെൻ എഫ് ഡാഷ് ഓഫ് 2 ആണ്. സെഡ് നോട്ട് 2 ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് 2 ആണ് നമുക്ക് കണ്ടെത്തുന്നത്. സോ മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ പറഞ്ഞാൽ 2 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ 4. ദെൻ 2πi ഇൻറ്റു മൈനസ് 1 ബൈ 4 എന്ന് വരും. 4 2 ക്യാൻസലായി. ദെൻ മൈനസ് πi ബൈ 2. മൈനസ് πi ബൈ 2 എന്ന് കിട്ടി. നമുക്ക് ഇൻ്റഗ്രേഷൻ ഓവർ C1 ഇൻ്റഗ്രേഷൻ ഓവർ C2 കിട്ടി. ദെൻ ഇക്വേഷൻ 1 എന്തായി മാറും? ദെൻ ഇക്വേഷൻ 1 ബിക്കം ഇൻ്റഗ്രേഷൻ ഓവർ C 3z + 1 ബൈ z ഇൻറ്റു z മൈനസ് 2 ഓൾ സ്ക്വയർ dz ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓവർ C1 3z + 1 ബൈ z ഇൻറ്റു z മൈനസ് 2 ഓൾ സ്ക്വയർ dz പ്ലസ് ഇൻ്റഗ്രേഷൻ ഓവർ C2 3z + 1 ബൈ z ഇൻറ്റു z മൈനസ് 2 ഓൾ സ്ക്വയർ dz എന്നാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇതിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? മൈനസ് πi ബൈ 2 എന്ന് വന്നു. അതേപോലെ പ്ലസ് മൈനസ്. സോ മൈനസ് πi ബൈ 2 എന്ന് വന്നു. നമുക്ക് മൈനസ് 2πi ബൈ 2 എന്ന് വരും. അതായത് മൈനസ് πi എന്നാണ് ഫൈനൽ ആൻസർ വരിക. ഫൈനൽ ആൻസർ ഈസ് മൈനസ് πi. ഓക്കെ.